ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ കുറേ ആയി ഇങ്ങനത്തെ നാടൻ ലഞ്ച് കണ്ടിട്ടില്ലേ. അപ്പോൾ കുറച്ചായിട്ട് ഞാനിപ്പോൾ ഈ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ലഞ്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞ എല്ലാവർക്കും ഞാനിതാ ഈ ഒരു വീഡിയോ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് എന്താ പറയുക, ഒരു നാടൻ ഊണെന്നൊക്കെ പറയാം. നമുക്ക് തനി നാടൻ കുറച്ച് കറികളും തോരനും എല്ലാം കൂടെ കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ചോറാണ് കേട്ടോ. നല്ല നാടൻ വെറുചോറ്. അപ്പോൾ കണ്ടാൽ തന്നെ പൂതിയാവും. നല്ല സൂപ്പർ കറികളാണ്, അതേപോലെ തന്നെ സൂപ്പർ തോരനും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ, പുതിയതാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം എടുത്തു വെച്ചത് ബീൻസാണ്. കുറച്ച് ബീൻസ് അതൊന്ന് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉച്ചക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള ആദ്യം തന്നെ നമ്മൾ മനസ്സിലൊന്ന് കണക്ക് കൂട്ടുക. എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കേണ്ടതെന്നുള്ള അതിനുള്ള മൊത്തം പച്ചക്കറി നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഒന്നിച്ചങ്ങ് അരിഞ്ഞ് വെക്കുക. എന്നാലാണ് പണികൾ പെട്ടെന്ന് തീരട്ടോ. അതൊരു ടിപ്പാണ്. അല്ലാണ്ട് നമ്മൾ ഓരോന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണെന്നുള്ളത് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവും. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ അത് ഞാൻ കുറച്ച് ബീൻസാണ് ആദ്യം അരിഞ്ഞ് വെച്ചത്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനിയുള്ള ബാക്കിയുള്ള പച്ചക്കറി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന തോരൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബീൻസാണ്. അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കറി ഉണ്ടാക്കുന്നത് മത്തങ്ങ വെച്ചിട്ടൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മത്തങ്ങ ഞാനിങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കുന്നത് എല്ലാ കറിയിലേക്കും വേണ്ടിയത് കുറച്ച് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കറി എന്ന് പറയുന്നത് ഒരു സ്പൈസി കറിയാണ്. അത് വഴുതനങ്ങ, ബേബി വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിനും ഞാൻ ചെറിയ വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തോരൻ എന്ന് പറയുന്നത് ഞാൻ ചീര വെച്ചിട്ടാണ്, നമ്മളെ ചുവന്ന ചീര, അതും ഞാൻ അരിഞ്ഞ് വെച്ചു. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കുറച്ച് ബീട്രൂട്ടാണ്. ആ ബീട്രൂട്ടും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പണികൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് വെച്ചാൽ പിന്നെ എളുപ്പമാണ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി കഴുകിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിറച്ചും വെള്ളം ഒഴിച്ചിട്ട് ചോറിനുള്ളതാണ്. അപ്പോൾ അതേസമയം തന്നെ ഞാനിവിടെ ചെറിയൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ മത്തങ്ങ ഇട്ട് കൊടുക്കുക. ഈ കുക്കർ എന്താ പറയുക, കുഞ്ഞ് കുക്കറാണ് കേട്ടോ, 1 ലിറ്ററിൻ്റെ കുക്കറാണിത്. അപ്പോൾ അതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മൾ എല്ലാത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ഞാൻ ഉള്ളിയും പച്ചമുളകും മുറിച്ച് വെച്ചതാണ്. അതിന് ലേശം ഉള്ളിയും ലേശം 2 പച്ചമുളകും ലേശം കറിവേപ്പിലയും ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് ആവശ്യത്തിന് കറി എന്താ പറയുക, ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിനൊന്നും അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ വന്നോട്ടെ. നമുക്ക് കുറച്ച് കറി വേണമല്ലോ. ഇതൊരു കറി ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ കുക്കറിൻ്റെ മൂടിൻ്റെ മേലെ നിന്ന് പുറത്ത് വരാണ്ടിരിക്കാൻ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്നാവും കേട്ടോ, മത്തങ്ങല്ല വേഗം വേവും. അപ്പോൾ അതൊന്ന് അവിടുന്ന് ആവട്ടെ. ഇനിയിപ്പോൾ ആ കറിയിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ ആണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചത്. ഞാൻ മെഷറിംഗ് കപ്പിൽ അളന്ന് വെച്ചതാണ് കേട്ടോ. അരക്കപ്പ് തേങ്ങ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരണം. അപ്പോൾ അതാ നമ്മൾ ആ തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ മീനിൻ്റെ മസാല ഇപ്പോൾ തന്നെ തേച്ച് വെക്കുകയാണ്. എന്നാൽ പിന്നെ എല്ലാ പണിയും കഴിയുമ്പോഴത്തേക്ക് മസാല കുറച്ച് അങ്ങ് മീനിൽ പിടിച്ചോളും. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയ 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ വേണ്ടത് തേങ്ങാ പൗഡറാണത്. കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലേ, മാഗിൻ്റെ, അതാണ് അര ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ചെറുനാരങ്ങൻ്റെ നീര് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം നല്ല കട്ടിക്കാണ് വേണ്ടിയത്. പിന്നെ ആണെങ്കിൽ നമ്മൾ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചതുകൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടിയില്ല, ഇത് മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന മീൻ എന്ന് പറയുന്നത് അയക്കോറാണ്. ഒരു 3 പീസ് അയക്കോറ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 3 ആളെ ഇവിടെ ഉള്ളൂ കേട്ടോ. ലിയാന പോയി, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓള് പോയി ഒക്കെ അത്രയല്ലേ ലീവുള്ളൂ. അപ്പോൾ ഞാനും ബാസിയോ അസ്ലങ്കേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പീസ് മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ മസാല നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്കി കറികളൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ മസാല ഒന്ന് പിടിക്കുകയും ചെയ്തോളൂ. അപ്പോൾ അത് മസാല തേച്ച മീൻ ഇവിടെ റെഡിയായി മാറ്റി വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് നമ്മളെ മത്തങ്ങൻ്റെ കറി ഇവിടെ വെന്തിട്ടുണ്ട്. 2 വിസിലടിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇപ്പോൾ ഞാൻ തുറന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കയ്യിലോണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കാരണം വലിയ പീസായിട്ടല്ല ഉള്ളത്. അത് ഒന്ന് കൈകൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ അതങ്ങ് ഉടയും കേട്ടോ, പെട്ടെന്നാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് തീ കത്തിച്ച് കൊടുക്കണം. എന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളി കേട്ടോ. തക്കാളി ആദ്യം തന്നെ ചേർക്കണ്ട, കാരണം തക്കാളി ഇതിൽ വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കറിൻ്റെ കളറ് ചോപ്പായി പോകും.
അപ്പോൾ അതുകൊണ്ട് തക്കാളി ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് വേണ്ടത്. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും തേങ്ങൻ്റെ അരപ്പും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് നേരം ഈ ഒരു കറി ഒന്ന് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് മതി, അത്രേ വേണ്ടിയുള്ളൂ. കാരണം ഈ തക്കാളി അതിൽ ഉടയാൻ പോകണ്ട. തക്കാളി ഇങ്ങനെ കാണുമ്പോഴാണ് ഭംഗിയും അതേപോലെ തന്നെ കഴിക്കുമ്പോഴും അങ്ങനെ ഒരു എന്താ പറയുക, ഈ ഒരു രീതിയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഞാൻ ലേശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറി നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി വെള്ളം കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിന് താളിക്കലാണുള്ളത്. കടുക് പൊട്ടിച്ചിടണം. കടുക് ഞാൻ ലാസ്റ്റേ പൊട്ടിച്ചിടുന്നുള്ളൂ. ഇപ്പം ഞാനിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മൂടി വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടല്ലോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് മൂടിയിട്ട് ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഒരു ഉരുളിയാണ് വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ കറി എന്ന് പറയുന്നത് ഒന്ന് അങ്ങനത്തെ തേങ്ങ അരച്ച ആ ഒരു മഞ്ഞക്കറിയും പിന്നെ ഒരു ചുവപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഉരുളിയാണ് വെച്ചത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്ന എല്ലാം വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഞാനിപ്പോൾ 2-3 വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ച് വെച്ചതാണ്, അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഉള്ളി ഇതിന് ഒരു മീഡിയം സൈസുള്ള ഒരു ഉള്ളി കേട്ടോ, അത്ര വേണം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അത് കുഴയെ അല്ലെങ്കിൽ കളർ മാറുകയൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് വാട്ടാനൊന്നും പോകണ്ട, 1 മിനിറ്റ് മതി, അപ്പോഴത്തേക്ക് തന്നെ ആയി കിട്ടും. അപ്പോൾ അതാ ഉള്ളി ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. മൊത്തം ഞാൻ ആകെ 2 തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ തക്കാളി ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, അപ്പോൾ അതൊരു തക്കാളിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, ഇഞ്ചിൻ്റെ പേസ്റ്റാണ്. വെളുത്തുള്ളി നമ്മൾ ഓൾറെഡി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഇനി വേറെ ചേർക്കേണ്ടിയില്ല. ഇത് ഇഞ്ചി അരച്ചത് മാത്രമാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയത് ഒരു 1/4 കപ്പ്, ഇത് മെഷറിംഗ് കപ്പ് അരക്കപ്പാണ്, അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ തേങ്ങ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കുക. അപ്പോൾ കളറൊന്നും മാറണ്ട, ജസ്റ്റ് 1 മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് ചൂടായാൽ മതി, ഒന്ന് വേകാന്ന് പറയില്ല, ഒന്ന് വെന്ത് വന്നാൽ മതി, അല്ലാണ്ട് കളറൊന്നും മാറണ്ട. അപ്പോൾ അതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. 2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ മഞ്ഞൾപ്പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൗഡറാണ്, അതും 1/4 ടീസ്പൂൺ. ഇത്രയാണ് ഇതിലേക്ക് പൊടികൾ ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തീ വേണ്ട, ഉരുളിയാണ്, നല്ല ചൂടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചോയ അങ്ങ് മാറിക്കോളും. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറണം. അപ്പോൾ ഉരുളിയിൽ നിന്ന് ഞാനിത് മാറ്റി കൊടുക്കുകയാണ്, കാരണം ഇല്ലെങ്കിൽ ചൂടാറാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരണം. അപ്പോൾ അത് ഞാനത് ഫുള്ളായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. ഇതിനി നമുക്ക് അരച്ചിട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോരോ തോരനാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മൾ ഒരുപാട് തരം പച്ചക്കറികളാണ് ഇന്ന് ആഡ് ചെയ്തത്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നമ്മളെ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടട്ടെ. ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അടുപ്പിലൊക്കെ തെറിച്ച് പോകും. അപ്പോൾ അതൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തുറന്നു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ബീൻസാണ്. ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചത് കാണിച്ചു തന്നല്ലോ, കുറഞ്ഞ ക്വാണ്ടിറ്റി ആണുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതന്നെ ഞങ്ങൾക്ക് ഇവിടെ 2 ദിവസം ഉണ്ടാവും കേട്ടോ. 2 ദിവസത്തേക്കുള്ള ഇതാണിത്. ചിലപ്പോൾ നാളെയും ഉണ്ടാവും. പക്ഷേ ഞങ്ങളിപ്പോൾ ഞാനും അസ്ലങ്ക എല്ലാം ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഉപ്പേരി നല്ലോണം ഉണ്ടാക്കും. 2-3 തരം ഉപ്പേരികൾ ഉണ്ടാക്കിയാൽ അത് നല്ലോണം കഴിച്ചാൽ നല്ല ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 നേരം ഇങ്ങനെ പച്ചക്കറി ആക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളിയും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളിൻ്റെയൊക്കെ അളവ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു കൈപ്പിടിയൊക്കെ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ അല്ലെ 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ, അത്രയും മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ തോരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ ഇത് സാധനം റെഡിയാണ് കേട്ടോ, വെന്ത് വരും. ഇങ്ങനത്തെ പച്ചക്കറിയിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോകണ്ട, അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വെന്തോട്ടെ. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ബീൻസ് ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് പാകത്തിലാണുള്ളത്, ഓവർ കുക്ക്ഡും അല്ല, എന്നാൽ നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് റെഡിയായി വന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ കേട്ടോ, തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടിയത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ തോരലിൽ ജീരകം ചേർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ ചേർക്കലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു 2-3 വറ്റൽമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഈ തേങ്ങൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറണമല്ലോ, അപ്പോൾ 2 മിനിറ്റ് നേരം കൂടെ അതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് മതി. 2 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു തേങ്ങ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വരും.
അപ്പോൾ നമ്മളെ ബീൻസ് തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്തത് നമ്മളെ കറിൻ്റെ തേങ്ങൻ്റെ കൂട്ടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഉരുളിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ വഴുതനങ്ങ ബേബി ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉരുണ്ടിട്ടുള്ള വഴുതനങ്ങ ആണ് ഇതിന് വേണ്ടിയത്. ഇങ്ങനെ നാലായിട്ട് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചെടുത്തിട്ടില്ല, ഇത് പകുതി കേടയിനു, ബാക്കി പകുതി എടുത്തതാണ്. എന്നിട്ട് ഇതൊന്ന് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമും വേണ്ട, എന്നാൽ ചെറിയ തീയാക്കി വെക്കാനും പാടില്ല, കുറച്ച് തീ വേണം കേട്ടോ. ഒരു മീഡിയം തീയിലിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടാവും, മറ്റേ ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും വല്ലാണ്ടങ്ങ് കുക്കായി വരുമൊന്നുമില്ല, ബാക്കി നമ്മൾ കറിയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് 2 മിനിറ്റും കൂടി ഞാനൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വഴുതനങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നാണ്. ഇനിയിപ്പോൾ ഞാനത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ തീ കുറഞ്ഞു പോയാൽ നമ്മൾ ഒഴിച്ച എണ്ണ ഉണ്ടല്ലോ അതങ്ങ് ഈ വഴുതനങ്ങ വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെക്കരുത്, അത്യാവശ്യം തീ വേണം കേട്ടോ. അപ്പോൾ ഞാനത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഞാനൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിക്കോട്ടെ. അപ്പോൾ കടുക് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുക, അതൊന്ന് പൊട്ടട്ടെ. ഇനിയിപ്പോൾ അതൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ നമ്മളെ ഉഴുന്നാണിത്, ഉലുവ എന്നല്ല സോറി, ഉഴുന്നാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഈ കറി ഞാൻ പണ്ടത്തെ ഏതോ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, കത്തിരിക്ക കുളമ്പ് കറി എന്ന് പറഞ്ഞിട്ടുള്ള അതാണിത്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചതില്ല, എന്നാൽ ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത ആ ഒരു കറിൻ്റെ കൂട്ടാണിത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിന് വേവാനൊന്നുമില്ല കേട്ടോ, ഓൾറെഡി നമ്മളെല്ലാം വഴറ്റിയിട്ടാണ് ഇത് വേവിച്ച് അരച്ച് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വേവാനൊന്നുമില്ല. പക്ഷേ 2 മിനിറ്റ് നേരം ഇതൊന്ന് ഈ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. 2 മിനിറ്റ് വേണ്ട കേട്ടോ, 1 മിനിറ്റ് മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ എണ്ണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു കുളത്തിലാക്കി എടുത്താൽ മതി. വല്ലാണ്ട് അങ്ങ് വാടാനോ അല്ലെങ്കിൽ ഇതിന് വേവിക്കാനോ അതിൻ്റെ പച്ചച്ചായ മാറാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് 1/2 കപ്പ് പുളിൻ്റെ വെള്ളമാണ്. അപ്പോൾ പുളിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. അത്യാവശ്യം പുളി വേണം കേട്ടോ, കുറച്ച് പുളി വേണം. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഓവറാണോ എന്ന് വിചാരിക്കേണ്ട. ഞാനെപ്പോഴും പറയലുണ്ട്, ഇവിടെ കിട്ടുന്ന പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലാക്ക് കളറിലുള്ള പുളിയാണ് ഇവിടെ കിട്ടുക. എന്നാൽ നമ്മളെ നാട്ടിലത്തെ പുളിൻ്റെ അത്ര പുളിരസം ഇല്ലാനും കുറച്ച് കുറവാണ്, അത്ര പുളിരസം ഇതിനുണ്ടാവില്ല. അങ്ങനെ നല്ല പുളിയൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് പുളി എടുക്കണം, പുളിരസം കൂടുതൽ വേണമെങ്കിൽ. ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പാണ് വെച്ചത്, അത് റെഡി ആയിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഒരു കറിക്ക് വേണ്ടിയ ഉപ്പ് ഇപ്പോഴാണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ സാധനമാണ് നമ്മളെ ശർക്കര ജാഗരി. ഒരു വലിയ അച്ച ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഞാൻ ഒന്ന് ചതുക്കിയിട്ട് കൊടുത്തതാണ്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഇതിന് നിർബന്ധമാണ്, അത് അത്യാവശ്യം നല്ലോണം വേണം. മധുരവും പുളിയും എരിവും ഒക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. ബാക്കി ഞാൻ എത്രയാണോ ഗ്രേവി വേണ്ടി അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിനൊന്നും കണക്കില്ല, അതൊരു കുറുകിയ കറിയാണ് കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു കുറുകിയ കറിയാണ്. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോഴാണ് നമ്മളെ ഈ ഒരു ശർക്കര അലിഞ്ഞ് വരിക. അപ്പോൾ ആ ശർക്കര അലിയുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ശർക്കര അങ്ങ് അലിയും കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ശർക്കരയൊക്കെ അലിഞ്ഞ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വഴുതനങ്ങ കണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി വേവ് വഴുതനങ്ങ ഇതിൽ നിന്നാണ് വെന്ത് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇതിൽ കിടന്നിട്ട് ഒന്ന് വെന്തോളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ചെറിയ സിമ്മിലാക്കി വെക്കുക ഇങ്ങനെ തന്നെ. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് സിമ്മാക്കി വെക്കുക. അപ്പോൾ റെഡി ആയിട്ട് കറക്റ്റായിട്ട് വരും. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ പാൻ കാണിച്ചപ്പോൾ എനിക്ക് ആരോ ഒന്ന് കമൻറ്റിൽ ചോദിച്ചിരുന്നു ഇത് ഏതാ ബ്രാൻഡ് എന്നുള്ള. ഞാൻ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടെ കാണിച്ചത്. ഇത് കാസ്റ്റ് അയൺ ആണ് കേട്ടോ, കുറച്ച് വെയിറ്റ് ഉള്ളതാണ്. പക്ഷേ ഉള്ളിൽ നോൺ സ്റ്റിക്ക് തന്നെയാണ്. ഇതാണ് മാഗ്ഫെസ എന്നിട്ടാണ് ഇതിൻ്റെ പേര്. സ്പെയിനിൻ്റെ സാധനമാണ്. പിന്നെ നല്ല സാധനമാണ് കേട്ടോ, ഇത് കുറച്ച് വെയിറ്റും ഉണ്ട്, കാസ്റ്റ് അയൺ ആണ്. ഇതിൻ്റെ ഉള്ളിലൊരു കോട്ടിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഇതാണ്, നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുവരെ ഒന്നും വന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അരക്കാനുള്ളതാണ് കാണിക്കുന്നത്. 1/2 കപ്പ് തേങ്ങയും ഉള്ളി, പച്ചമുളക്, 2 വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒതുക്കി വരണം, നമ്മൾ ചമ്മന്തിക്കൊക്കെ ഒതുക്കൂല അതുപോലെ ഒന്ന് ഒതുക്കണം. ഇതിപ്പോൾ റെഡി ആയിന് കണ്ടോ, ചതുക്കി വന്നതാണിത്. ഇതിപ്പോൾ അടുത്ത തോരനാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുകൊന്ന് പൊട്ടിക്കോട്ടെ. അപ്പോൾ കടുകും ഒന്ന് പൊട്ടി. ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്, റെഡ് കളറിലുള്ള ചീര, ചുവന്ന ചീര എന്ന് പറയുന്ന സാധനമാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അടിയത്തെ കടുക് കരിഞ്ഞുകൊണ്ട് പെട്ടെന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ അടിയിലുള്ള കടുക് അങ്ങ് കരിഞ്ഞു പോകും. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ കാസ്റ്റ് അയണിൻ്റെ പാനാണ്, ചൂട് കൂടുതലാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ആ ചീരയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക.
അപ്പോൾ നന്നായിട്ട് ആ കടുകൊക്കെ ഒന്ന് മേലെ വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെറിയ തീയാക്കി വെക്കണം കേട്ടോ. ചെറിയ സിമ്മിലാണ് ഇതൊക്കെ വേവിച്ചെടുക്കേണ്ടത്. എല്ലാ തോരനും ചെറിയ സിമ്മിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചതുക്കി വെച്ചിട്ടുള്ള തേങ്ങ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുക്കുക. ഇതിലെല്ലാം ഉണ്ട്, നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചേർക്കേണ്ടിയില്ല. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇതിലിട്ടതാണല്ലോ. കറിവേപ്പില എല്ലാം ഇതിലുണ്ട്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് അതും കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ചീരൻ്റെ തോരനിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർക്കലില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ തോരനിൽ എപ്പോഴും ശ്രദ്ധിക്കുക, കുറഞ്ഞ ഉപ്പിട്ടാൽ മതി, പെട്ടെന്ന് തന്നെ അധികമായി പോകും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടിടുക. ഒന്ന് വായിലാക്കി നോക്കിയാൽ മതി, എന്നിട്ടിട്ട് ടേസ്റ്റ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതായത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് 2 മിനിറ്റ് മതി കേട്ടോ. ഇത് അധികം സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും. 2 മിനിറ്റ് നേരം ഇതൊന്ന് നല്ല പ്രസ് ചെയ്ത് ഒന്ന് അമർത്തി വെച്ചിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ അത് വേവണ നേരം കൊണ്ട് നമുക്ക് അടുത്ത പണി തുടങ്ങുകയും ചെയ്യാം. അപ്പോൾ ഞാനത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറെ പാൻ ഇവിടെ വെച്ച് കൊടുത്തിന്. ഇനിയിലേക്കും ഇതേപോലെ തന്നെ ഞാൻ ആദ്യം കറിയിലേക്കുള്ള വറവാണ് ഇടാൻ വേണ്ടി പോകുന്നത്. നമ്മളെ മത്തങ്ങ കറിയിലേക്കുള്ള 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിന്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, തേങ്ങ അരച്ച കറിക്കുള്ളത്. അത് എന്നിട്ട് നമ്മളെ തേങ്ങ അരച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അത് സൂപ്പറാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അസ്ലങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ കറികളാണ് കൂടുതൽ ഇഷ്ടം. ഈ മധുരമൊക്കെ വരുന്ന കുറച്ച് എരിവൊന്നും ഇല്ലാത്ത കറികളില്ല, അതാണ് മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കറി ഇവിടെ റെഡി. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ. ശരിക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറുന്നാൻ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം പേരിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്ത തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പറഞ്ഞ പോലെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ അതൊന്ന് പൊട്ടട്ടെ. അപ്പോൾ അത് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ആദ്യം തന്നെ ആ മൊത്തം അരിയലങ്ങ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഷടപടയാന്ന് പണി കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ആ ഉള്ളിയും പച്ചമുളകും ഇത്രയേ ഉള്ളൂ. അത് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. 1 ടേബിൾ സ്പൂണൊക്കെ ഉള്ളിയുള്ളൂ, അത് മതി, കുഴപ്പമില്ല. അപ്പോൾ ഇനി ആ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. ഇനിയിപ്പോൾ 1 അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മൊത്തത്തിൽ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ഇളക്കി എല്ലായിടത്തും ആക്കി കൊടുക്കുക. പിന്നെ ബീട്രൂട്ട് ആയതുകൊണ്ട് ആ തേങ്ങയൊക്കെ പെട്ടെന്ന് തന്നെ ചോപ്പായി പോവും. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്കും വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത്. ബീട്രൂട്ടും പെട്ടെന്ന് വേവ് കിട്ടും, 2-3 മിനിറ്റ് മതി. അപ്പോൾ നമ്മളെ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ അടുപ്പത്തുനിന്ന് മാറ്റുകയാണ് കേട്ടോ. ഇത് റെഡി ആയിന്. ഇനിയിപ്പോൾ അതാ ഇതും ഞാനൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതവിടെ നിന്ന് ആവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ സെയിം വേറൊരു പാനിൽ സെയിം തന്നെ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ച് കൊടുത്തത്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഉണ്ടാക്കുക ഈ പണി തുടങ്ങിയിട്ട് ഇപ്പോൾ 1 അരമണിക്കൂറായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മീനിലൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ മീനും പൊരിക്കാനിട്ടാണ്. ഒരു ഭാഗം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റാണ് കേട്ടോ. നമ്മളെ മീൻ പൊരിച്ചതും കൂടി ആയാൽ നമ്മളെ ചോറും ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആയാൽ നമുക്ക് കോരി മാറ്റി കൊടുക്കാം. അപ്പോൾ അത് 2 ഭാഗവും വെന്താണ് കേട്ടോ. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത നല്ല മീനാണിത്. ഇത് ഈ ഒരു മസാല സ്പെഷ്യൽ മസാല ആണ് കേട്ടോ. തേങ്ങാപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള, തേങ്ങാപ്പൊടിക്ക് പകരം തേങ്ങാപ്പാലും ചേർക്കട്ടോ. പാലെടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് ഞാൻ പൊടി ഇട്ടത്. അപ്പോൾ അത് നമ്മളെ ഇന്നത്തെ ഊണ് ഇവിടെ ഞാൻ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസും കേട്ടോ. മീൻ പൊരിച്ചത്, അതേപോലെ തന്നെ കത്തിരിക്ക കുളമ്പ് കറി, പിന്നെ വേണ്ടത് എന്താണ് നമ്മളെ ബീൻസിൻ്റെ തോരനാണിത്, പിന്നെ ചീരൻ്റെ തോരന്, പിന്നെ നമ്മളെ മത്തങ്ങ തക്കാളിക്കറി, പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, പിന്നെ ചോറ് ഞാൻ അടുപ്പത്ത് വെക്കണ കാണിച്ചിട്ട് പിന്നെ അത് വാർക്കണതൊന്നും കാണിക്കേണ്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാൻ കേട്ടോ. ഞാൻ മാക്സിമം ലെങ്ത്ത് കുറയ്ക്കാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അരിയുന്നതും അങ്ങനത്തെ ഒന്നും എടുക്കാത്ത കേട്ടോ. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് 2-3 നാൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കാണിക്കാനുള്ള സ്പീഡ് അത് കുറച്ചിട്ട് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വേഗം വേഗം കാണിച്ച് തീർക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അതൊക്കെ വൈകി പോണത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.